ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി ഉണ്ടായത് സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമെന്ന വാദവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പരാതിക്കാരിയുടെ ശബ്ദരേഖ പ്രതിഭാഗം ഹാജരാക്കി. ലൈംഗിക ബന്ധത്തിന് കൺസെന്റ് ലഭിച്ചെന്ന് തെളിയിക്കുന്നതാണ് ശബ്ദരേഖയെന്ന് പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നു. ഒരു തവണ കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിച്ച ശേഷമുള്ളത് പീഡനമെന്ന് SIT കോടതിയെ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടെയുള്ള ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖകളും മറ്റ് കാര്യങ്ങളുമാണ് ഉയർത്തിയാണ് ഈ കോടതിയിലും വാദം ഉയരുന്നത്. രുചീഷ്, അങ്ങനെ തന്നെയാണ്. ഏതായാലും ഇന്ന് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം നടന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത് കുമാർ തന്നെ എത്തി വാദം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഈ കൺസെന്റോട് കൂടി തന്നെയാണ് രാഹുലും ഈ പരാതിക്കാരിയും തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധം ഉണ്ടായത് എന്നായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ചില വാട്സപ്പ് ചാറ്റുകൾ പ്രതിഭാഗം കോടതിയെ കാണിച്ചു. പ്രത്യേകിച്ചും ഫെനി നൈനാൻ അടക്കമുള്ളവർ പ്രചരിപ്പിച്ച വാട്സപ്പ് ചാറ്റുകളിൽ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അതുകൂടാതെ ഇപ്പോൾ പുറത്തു വരാത്തതായി ഈ പരാതിക്കാരിയുടെ കൺസെന്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശം കൂടി രാഹുലിന് വേണ്ടി ഹാജരാക്കി. ഇത് കൺസെന്റ് നൽകുന്നതിന്റെ വ്യക്തമായ തെളിവാണ് എന്ന് പ്രതിഭാഗം വാദിക്കുകയും ചെയ്തു. പക്ഷേ SIT കോടതിയെ അറിയിച്ചത് ഒരു തവണ ഈ കൺസെന്റ് നൽകി എന്നതുകൊണ്ട് വീണ്ടും കൺസെന്റ് ഇല്ലാതെ ഒരു പീഡനം നടക്കുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെയും സംഭവിക്കാം എന്ന് SIT കോടതിയെ ബോധിപ്പിക്കുകയായിരുന്നു. അതായത് ഈ പീഡനം നടന്നതിനെ കുറിച്ചുള്ള പരാതിക്കാരിയുടെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് അത് 2024 ആഗസ്റ്റ് 4-ാം തീയതി എത്തിച്ചപ്പോൾ കൺസെന്റ് ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് പരാതിക്കാരിയുടെ ഉറച്ച നിലപാട് എന്നും SIT കോടതിയെ അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. അതോടൊപ്പം ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുക്കുവാൻ വേണ്ടി കോടതിയുടെ അനുമതി തേടുക കൂടി ചെയ്തിരിക്കുന്നു SIT. പ്രത്യേകിച്ചും ഓൺലൈനായി തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ രഹസ്യമൊഴി സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ SITയുടെ മുമ്പിലുള്ളത്. അതിന് കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ വേണം. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അടക്കമുള്ളവയിൽ കുറച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും രഹസ്യമൊഴി എടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അനുമതി തേടി. അതോടൊപ്പം പ്രതിഭാഗം വാദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ പരാതിയിന്മേലുള്ള ഒരു വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു, അല്ലെങ്കിൽ പരാതി ഇല്ല എന്നതടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനുള്ള ഒരു ശ്രമം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി മനസ്സിലാക്കുന്നു. അപ്പോഴും SIT ഇതിനെ ഖണ്ഡിക്കുവാൻ വേണ്ടി കോടതിയിൽ അവതരിപ്പിച്ചത് മുൻപ് ലഭിച്ച ഇമെയിലുകളുടെ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസുകളുടെ ഒക്കെ ശേഖരം പ്രത്യേകമായി ഒരു സ്റ്റോറേജിലാക്കി കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട്, അതായത് 65B പ്രകാരം സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ട്, അതായത് ഈ ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ മുഖാന്തരമുള്ള തെളിവുകളെ അല്ലെങ്കിൽ വിവര സാങ്കേതികവിദ്യ മുഖാന്തരമുള്ള തെളിവുകളെയെല്ലാം ഒരു ആധികാരികതയോടെ നിയമത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് 65B സർട്ടിഫിക്കറ്റ് നേടുന്നത്. അങ്ങനെ വാദങ്ങൾ അടച്ചിട്ട മുറിയിലായിരുന്നു. എന്തായാലും വാദങ്ങളുടെയൊക്കെ ഫലം നാളെ അറിയാം. നാളെയാണ് ഈ കേസ് കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. എന്തായാലും നാളെ നിർണായകമായ വിധി ഉണ്ടാകുമെന്ന് കരുതുകയാണ്. എന്തായാലും അന്വേഷണ സംഘം രഹസ്യമൊഴി രേഖപ്പെടുത്തി അന്വേഷണം കൂടുതൽ ശക്തമായി തെളിവുകൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ്.